കിച്ചൺ സീക്രട്സ്. നമ്മളിന്ന് പച്ചമാങ്ങ കൊണ്ടൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഒരു മാങ്ങ ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണേ. പിന്നെ ഒരു സ്വല്പം ഉപ്പ്, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, ചെറിയൊരു പീസ് മതി, ഒരു മാങ്ങ അല്ലേ ഉള്ളൂ. പിന്നെ ഒരു പച്ചമുളക്. ഈ പച്ചമുളക് ചെറിയൊരെണ്ണം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത് വല്ലാതെ അങ്ങ് അരഞ്ഞു പോകാതെ നോക്കണം. പിന്നെ ഒരു ഏലയ്ക്ക, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് നമുക്ക് ഈ ജ്യൂസിന് വേണ്ടത്. ഒരു മിക്സി എടുത്തിട്ട് നമ്മൾ ഈ മാങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു കപ്പിനകത്ത് നിറച്ച് വെള്ളം. ഇതൊരു വലിയ കപ്പാണ് കേട്ടോ. ഇഞ്ചിയും ആ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണേ. ഈ പച്ചമുളക് ഞാനൊരു സ്വല്പം കഴിഞ്ഞേ ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ. കാരണം ഇതങ്ങ് അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. അപ്പം മാങ്ങ ഒരു സ്വല്പം ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷമേ ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുക്കത്തുള്ളൂ, ചെറിയൊരു എരിവിന് വേണ്ടി. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഒന്ന് ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത്. നമ്മളിത് അരിച്ചെടുക്കുന്നതാണ്. ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരും. നമ്മളിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്കൊന്ന് അരിച്ചെടുക്കാവേ. ഈ മാങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. കണ്ടോ, ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ജ്യൂസ് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോയാൽ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ഭയങ്കര പാടാ, കുഴഞ്ഞിരിക്കും, അതൊരു സുഖമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റണം. ഞാൻ നേരത്തെ കാണിച്ച ആ പച്ചമുളകില്ലേ, അതിൻ്റെ ഒരു ഹാഫേ ഞാൻ എടുത്തുള്ളൂ. കാരണം ജ്യൂസിനകത്ത് അധികം അങ്ങോട്ട് എരിവ് അധികം വരാൻ പാടില്ല. എൻ്റെ കയ്യിൽ അത്രയുള്ള പച്ചമുളകേ ഉള്ളായിരുന്നു, ചെറുതില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് പകുതിയേ ഇട്ടിട്ടുള്ളേ. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയും കൂടെ നമ്മൾ പിഴിഞ്ഞ് ചേർക്കുവേ. പകുതി മതി, അല്ലെ ഭയങ്കരമായിട്ട് പുളി കൂടിയാലും ഒരു സുഖം കാണത്തില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ. ഈ സമയത്ത് നമ്മൾ മധുരമൊക്കെ നോക്കിയേക്കണേ. മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരമാകാവുന്നതേ ഉള്ളേ. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് മധുരമാണ്. ഇനി നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണേ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു ജ്യൂസാണ് ഇത് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. പച്ചമാങ്ങയുടെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആലോചിക്കത്തില്ല പച്ചമാങ്ങ കൊണ്ട് ഇതുപോലെ നല്ല ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. നമ്മൾ നല്ല പഴുത്ത മാങ്ങ കൊണ്ടുള്ള ജ്യൂസൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്